JPS ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് 2025 അശ്വതി നക്ഷത്രക്കാർ ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ്. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ ഈ വീഡിയോ കാണുകയും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണമെന്ന് അറിയിക്കുന്നു. ആമുഖമായിട്ട് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ചില വിവരങ്ങൾ പറഞ്ഞിട്ട് ഈ 2025 അശ്വതി നക്ഷത്രക്കാർക്ക് എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ച് പറയാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ദൈവഗണത്തിൽ പുരുഷയോനിയിൽ ജനിച്ച അശ്വതി നക്ഷത്രക്കാരുടെ ജന്മരാശി മേടൻ രാശിയാണ്. ജന്മരാശിയുടെ അധിപനെന്ന് പറഞ്ഞാൽ ചൊവ്വായുമാണ്. മേടൻ രാശി സൂര്യൻ്റെ ഉച്ചരാശിയും കൂടിയാണ്. അതിനാൽ ഇവർ നേതൃത്വം അഥവാ എവിടെയും ഒരു മുൻഗണന ഏത് കാര്യത്തിനും വേണമെന്ന് ചിന്തിക്കുകയും കുറേയൊക്കെ അത് ലഭിക്കുകയും ചെയ്യും. അശ്വതി നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആവേശവും ദേഷ്യവും സാഹചര്യം അനുസരിച്ച് ഇവർ പ്രകടിപ്പിക്കും. അതുപോലെ ആര് പറയുന്നതും അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കുന്ന സ്വഭാവവും ഇവർക്കില്ല. ആർക്കും പെട്ടെന്ന് ഇവരെ എതിർത്ത് തോൽപ്പിക്കാനും പറ്റില്ല. ചില കാര്യങ്ങളിൽ ഉള്ള നിർബന്ധ ബുദ്ധി ഒന്ന് കുറയ്ക്കുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാകുകയും. മറ്റുള്ളവരുടെ കാര്യം ശ്രദ്ധിക്കുന്നത് പോലെ ഇവർ സ്വന്തം കാര്യം അങ്ങനെ ശ്രദ്ധിക്കാറില്ല. സ്വന്തം പ്രയാസങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ അങ്ങനെ തുറന്ന് കാണിക്കാറുമില്ല. സ്ത്രീലോലുവരും ശൃംഗാര രസികന്മാരുമാണെങ്കിലും അശ്വതിക്കാരുടെ മനസ്സിൽ സ്ത്രീകളുമായി ഇടപഴകണം എന്ന ആഗ്രഹം അത്ര പെട്ടെന്ന് പുറമേ കാണിക്കില്ല. കാരണം ഇവരുടെ സ്നേഹമൊന്നും അത്ര പെട്ടെന്ന് പുറമേ കാണിക്കുന്ന ഒരു സ്വഭാവക്കാരല്ല. സ്ത്രീകൾക്ക് അമിത സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നവരുമല്ല. അതായത് ഒരുപാട് സ്വാതന്ത്ര്യമൊന്നും സ്ത്രീകൾക്ക് കൊടുക്കണ്ട എന്നു മനസ്സിൽ ചിന്തിക്കുന്നവർ കൂടിയാണ് ഈ അശ്വതി നക്ഷത്രക്കാർ. വിവാഹ ജീവിതം അതുകൊണ്ട് പല വിമർശനങ്ങളും തൃപ്തിക്കുറവും ഇവർക്കുണ്ടാകാറുണ്ട്. ബുദ്ധിപരവും സൗമ്യവുമായ സ്നേഹപ്രകടനം ഇവർക്ക് അങ്ങനെ ഉണ്ടാകാറില്ല. ആവേശവും കായികശേഷിയും പെട്ടെന്നുണ്ടാകുന്ന ഇഷ്ടവും പലപ്പോഴും പങ്കാളിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതുമായ ആയിരിക്കില്ല. 7ാം ഭാവാധിപൻ ഇവർക്ക് ശുക്രനാണ്. സുഖം നൽകുന്ന ഗ്രഹമാണ് ശുക്രൻ. അശ്വതി നക്ഷത്രക്കാർ ആഗ്രഹിക്കുന്ന സുഖം മറ്റുള്ളവരിൽ നിന്ന് ആവശ്യത്തിന് ലഭിച്ചു എന്ന് വരികയില്ല. ഭക്ഷണ കാര്യത്തിലും ഇവർക്ക് ചില ചിട്ടകളൊക്കെ ഉണ്ട്. ചൂടുള്ളതും എരിവും പുളിയും ഉള്ളതുമായ സസ്യാഹാരമാണ് കൂടുതൽ. മധുരമുള്ള സാധനങ്ങളോട് വലിയ ഇഷ്ടം തോന്നാത്തവരാണ് കൂടുതൽ. മത്സ്യാഹാരത്തേക്കാൾ കൂടുതൽ ഇവർക്ക് മാംസാഹാരവും ഇഷ്ടമാണ്. എന്നാൽ അക്കാര്യത്തിൽ ഇവർക്ക് വലിയ നിർബന്ധമൊന്നും ഇല്ല. ദാമ്പത്യ ജീവിതത്തിൽ പല വിധത്തിലുള്ള ദുർഘട സന്ധികൾക്ക് സാധ്യതയുള്ളതുകൊണ്ട് ജാതക പരിശോധന നടത്തി പങ്കാളിയെ കണ്ടെത്തുന്നതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത്. സർക്കാരിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരും അതുപോലെ പ്രതിരോധ സേനയിലുള്ളവരും ധാരാളം പേരുണ്ട്. അതിനാൽ അവിചാരിതമായ പ്രശ്നങ്ങളും വിപത്തുകളും മറ്റുള്ളവരുടെ ശത്രുതയ്ക്കും കാരണമാകാറുണ്ട്. ബാല്യകാല ബാലാരിഷ്ടകൾ ഉണ്ടായാലും സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം ഇവരെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായിരിക്കും. കേതുദശയിലാണ് ജനനം. അത് കഴിഞ്ഞാൽ 20 വർഷത്തെ ശുക്രദശ. ശുക്രൻ അനുകൂലമായി ഇഷ്ടസ്ഥാനത്താണെങ്കിൽ സുഖവും സന്തോഷവും അതുപോലെ പെൺകുട്ടികളുമായുള്ള സൗഹൃദവും ചിലരോടുള്ള ഇഷ്ടവും അങ്ങനെയൊക്കെ തോന്നുന്ന ഒരു കാലമായിരിക്കും നല്ല ചുറിയുറുക്കും സേവന മനോഭാവവും മറ്റുള്ളവർ ഇവരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അന്യദേശവാസം ഇഷ്ടപ്പെടുന്നവരാണ് അശ്വതിക്കാർ കൂടുതൽ. ബുദ്ധിമുട്ടും ക്ലേശവും നിറഞ്ഞ ഏത് ചുറ്റുപാടിലും സ്വന്തം ചുമതലകൾ നിർവഹിക്കുന്നവരാണ് ഈ അശ്വതിക്കാർ. ഏതാണ്ട് 30 വയസ്സിന് ശേഷമാണ് ഇവർക്ക് ജീവിതത്തിൽ ഒരു മെച്ചം കണ്ടു തുടങ്ങുന്നത്. വാശിയും വൈരാഗ്യവും കൂടുതലുള്ളവരാണ്. അതുമൂലം പല പ്രശ്നങ്ങളും ഇവരെ തേടിയെത്താറുമുണ്ട്. 2025 മെയ് പകുതി വരെ വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ ധനലാഭം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സ്വദേശത്തും തൊഴിൽപരമായി വളരെ മെച്ചവും നല്ല സമയവുമാണ്. പൊതുവെ അധിക ചിലവും അനാവശ്യ ചിലവും ഉണ്ടാകും എന്നതൊഴിച്ചാൽ വളരെ സന്തോഷകരവും സുഖകരവുമായ ഒരു കാലഘട്ടമാണ് തുടങ്ങുന്നത്. തൊഴിൽപരമായി നല്ല അവസ്ഥയിലുമാണ്. ചെയ്യുന്ന ജോലിക്കനുസരിച്ച് വരുമാനവും ലഭിക്കും.
കുടുംബത്തിൻ്റെ ആവശ്യത്തിലേക്ക് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അങ്ങനെ സന്തോഷവും സുഖവും നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുപോലെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളും ഉന്നത വിദ്യാഭ്യാസം, തൊഴിൽപരമായ കാര്യം, അങ്ങനെ ദൂരസ്ഥലത്ത് വിട്ട് പഠിപ്പിക്കുന്നതിനും അതുപോലെ തൊഴിൽ സംബന്ധമായ കാര്യത്തിനും അങ്ങനെയൊക്കെയുള്ളതിനെല്ലാം അനുകൂലമായ ഒരു സാഹചര്യം നിലനിൽക്കും. മാർച്ച് ഏപ്രിൽ മാസങ്ങൾ അതാണ് ഇനിയും ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. ബുദ്ധിപരമായ പിശക് മൂലമോ ആലോചനക്കുറവ് മൂലമോ ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും അതുപോലെ വിദ്യാഭ്യാസപരമായും മോശപ്പെട്ട ഒരു സമയമാണ്. ഉന്നതരായ സ്ത്രീകളുടെ സഹായം ഉണ്ടാകും. ബുധൻ നീചത്തിലും ശുക്രൻ ഉച്ചത്തിലും വരുന്ന ഒരു സമയം കൂടിയാണ്. 11ാം ഭാവത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിന്ന ശനി 12ാം ഭാവത്തിലെ, അതായത് ഏഴരണ്ടം ശനി കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ് മാർച്ച് അവസാനം. ഇതുവരെ ഇല്ലാതിരുന്ന തൊഴിൽ പ്രശ്നങ്ങളും അതുപോലെ വൃദ്ധജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, അലട്ടൽ, അതുപോലെ യാത്രാക്ലേശം, അങ്ങനെ പലതും, കൂടാതെ നമ്മോടൊപ്പം നിന്ന പല വ്യക്തികളും, അത് ബന്ധുക്കളായിക്കോട്ടെ സുഹൃത്തുക്കളായിക്കോട്ടെ ആരും, അവരൊക്കെ പതുക്കെ പതുക്കെ ഒഴിഞ്ഞു മാറാനും തുടങ്ങും. മെയ് പകുതിയോടുകൂടി വ്യാഴം വളരെ മോശമായ 3ാം ഭാവത്തിലേക്ക് മാറും. സാമ്പത്തികമായി ഇതുവരെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ജൂൺ മാസം മുതൽ സാമ്പത്തിക പ്രതിസന്ധിയും വാക്കുപാലിക്കാൻ പറ്റാത്ത സാഹചര്യവും അതുപോലെ ഒരു നിസ്സഹായ അവസ്ഥയും, ഭാഗ്യം കെട്ടവനെ പോലെ പ്രതീക്ഷകളും അസ്ഥാനത്തായി അവസാന നിമിഷം പ്രതീക്ഷ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. 12ലെ രാഹു നേരത്തെ ചെയ്തു പോയ പല കാര്യങ്ങളും തിരിച്ചടിയായി വരുന്ന സമയമാണ്. ഏപ്രിൽ മെയ് മാസങ്ങൾ സാമ്പത്തിക നഷ്ടം മാത്രമല്ല, സർക്കാർ സംബന്ധമായ തിരിച്ചടിയും കേസും വഴക്കുമൊക്കെ ഉണ്ടാകാനും സാധ്യത. ജൂൺ മാസം അല്പം ആശ്വാസം ലഭിക്കുന്ന മാസമാണ്. വിദ്യാഭ്യാസം, ഉപരിപഠനം, കലാപരമായ കഴിവുകൾ, ഇതൊക്കെ ഉള്ളവർക്ക് നല്ല സമയമാണ്. ജൂലൈ മാസം അത്ര വലിയ കുഴപ്പമില്ല. വീട്ടിൽ സന്തോഷവും സാമ്പത്തികമായി അല്പം മെച്ചമുണ്ടാകുന്ന ഒരു സാഹചര്യവും ബന്ധുക്കളുടെ സഹായവും ജോലി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശമനവും അങ്ങനെയൊക്കെയുള്ള ചില മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. കർക്കിടക മാസം അത്ര മെച്ചമല്ല. ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. യാത്രകൾ സൂക്ഷിക്കണം. ആഗസ്റ്റ് മാസവും അത്ര മെച്ചമെന്ന് പറയാനില്ല. വീട് പണി അതുപോലുള്ള പുതിയ സംരംഭങ്ങൾ ആലോചിച്ച് തുടങ്ങണം. സെപ്റ്റംബർ മാസം കുറച്ച് മെച്ചമാണ്. തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിഞ്ഞ് ടെസ്റ്റ്, ഇൻ്റർവ്യൂ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ നല്ല സമയമാണ്. ഒക്ടോബർ മാസത്തിലെ കാര്യം നോക്കുമ്പോൾ രാഷ്ട്രീയക്കാർക്ക്, ഭരണതലത്തിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അനുകൂല സമയമാണ്. സാഹിത്യ പ്രവർത്തകർക്ക്, പത്രക്കാർക്ക്, അങ്ങനെയൊക്കെയുള്ളവർക്കും നല്ല സമയമാണ്. നവംബർ ആരോഗ്യ പ്രശ്നങ്ങളും യാത്രാ ദുരിതവും അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു മാസമാണ്. ഈശ്വര വിചാരത്തോടു കൂടി മുന്നോട്ട് പോവുക എന്നതാണ് അതിൻ്റെ ഒരു പോംവഴി. ഡിസംബർ മാസം പൊതുവേ നല്ലതാണ്. വീട്, വസ്തു മുതലായവയ്ക്ക് ശ്രമിക്കുന്നവർക്ക്, വീട് വാങ്ങാനോ വീട് വയ്ക്കാനോ വസ്തു വാങ്ങാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്കും അത് മുടങ്ങിക്കിടന്നവർക്കുമൊക്കെ അതിനൊക്കെ മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. പൊതുപ്രവർത്തകർക്കും നല്ല സമയമാണ്. ഒക്ടോബർ 19 മുതൽ ഡിസംബർ 5 വരെ വ്യാഴം ഉച്ചരാശിയിൽ കർക്കിടകത്തിൽ വരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഒക്ടോബർ പകുതിക്ക് ശേഷം, അതായത് 20-ാം തീയതി മുതലും നവംബർ മാസം കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ദൈവാധീനമൊക്കെ ഉണ്ടാകും. കാരണം 3ലെ വ്യാഴം മുറവിളി കൂട്ടും എന്നുള്ളതാണ് വ്യാഴം മാറുന്ന ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്നത്. കാരണം 2ാം ഭാവത്തിൽ വ്യാഴം നിന്ന് നല്ല അനുഭവങ്ങളും 11ലെ ശനിയുടെ ഗുണങ്ങളുമൊക്കെ അനുഭവിച്ചിരുന്നവർ, ശനി 12ാം ഭാവത്തിൽ ഏഴരണ്ട ശനിയായിട്ട് പോവുകയും 2ാം ഭാവത്തിൽ നിന്ന് വ്യാഴം 3ാം ഭാവത്തിലേക്ക് ദൈവാധീനം കുറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയും, അതുപോലെ തന്നെ രാഹു 12ാം ഭാവത്തിൽ നിന്ന് രാഹു 11ാം ഭാവത്തിലേക്ക് തിരിഞ്ഞു വരികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു മെച്ചമുണ്ട് എന്ന് പറയാം. പക്ഷേ ഈ രാഹുവും ശനിയും കൂടി സന്ധിക്കുന്ന ചില സമയങ്ങളുണ്ട്. അതാണ് ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളെന്നൊക്കെ. അങ്ങനെയൊക്കെയുള്ള സമയങ്ങൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കുകയും നമുക്ക് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ
നികത്തി മുന്നോട്ട് പോവുകയും മാറ്റം ചെയ്യേണ്ടതിനെ മാറ്റിയെടുക്കുകയും നിർബന്ധ ബുദ്ധികളും എടുത്തുചാട്ടവും ആവേശവുമൊക്കെ ഒന്ന് കുറച്ച് ബുദ്ധിപരമായി കുറേയേറെ കാര്യങ്ങൾ ആലോചിച്ച് സന്ദർഭമനുസരിച്ച് ജീവിക്കാനും പഠിക്കുമ്പോൾ അത്ര പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. 2025 തുടങ്ങുമ്പോൾ ജനുവരി ഫെബ്രുവരി മാർച്ച് വരെ വലിയ പ്രശ്നമില്ലാതെ പോകുമ്പോൾ മാർച്ച് മുതൽ അങ്ങോട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മാർച്ച്, ഏപ്രിൽ മാസങ്ങൾ, അതുപോലെ മെയ് മാസത്തിൻ്റെ കുറച്ച് നാൾ, ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായ ഒരു സാഹചര്യം ഉണ്ടാകാൻ അശ്വതി നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ള. പിന്നെ ഒക്ടോബർ 19 വ്യാഴം കർക്കിടകൻ രാശിയിലേക്ക് മാറുമ്പോൾ 4-ാം ഭാവമാണ്. അപ്പോൾ വീട്, വാഹനം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും മാതാവിനും ബന്ധുക്കളുടെയൊക്കെ ഒരു മെച്ചപ്പെട്ട ഒരു സന്തോഷവും വീട്ടിൽ അതുവരെ ഇല്ലാതിരുന്ന ഇടയ്ക്ക് ഒന്ന് നഷ്ടപ്പെട്ടു പോയ ആ ഒരു സന്തോഷവും സുഖമൊക്കെ തിരിച്ചു കിട്ടുന്ന ഒരു സാഹചര്യം ഡിസംബർ 5 വരെ ഉള്ളൂ. അപ്പോൾ ഡിസംബർ കൂട്ടണ്ട, ഡിസംബർ മാസം വലിയ മെച്ചമോ വലിയ മോശമോ അല്ലാതെ പോകും. ഈ നവംബർ മാസവും ഒക്ടോബർ നവംബർ മാസവും എന്ന് പറയുമ്പം ചില കാര്യങ്ങൾക്കൊക്കെ അപാകത ഉണ്ടാവുകയും ചെയ്യും. അതാണ് ഞാൻ നേരെ സൂചിപ്പിച്ചത്. പൊതുവെ അശ്വതി നാളുകാർ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങൾ സൂക്ഷിക്കുകയും അതുപോലെ തന്നെ ദേവീ ഭജനം നടത്തുകയും ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം ഈ അശ്വതി നക്ഷത്രത്തിൻ്റെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൽ ദേവീ സാന്നിധ്യമുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകം നമ്മൾ ചിന്തിക്കണം. അതുപോലെ അശ്വതി നക്ഷത്രം യാത്ര, ഔഷധ സേവ, വിദ്യാഭ്യാസം, ആഭരണം ഉണ്ടാക്കുന്നതിന് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു നക്ഷത്രം കൂടിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരികിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. 2024 പോലെ 2025 ഒരു നല്ല വർഷമാകണം എന്നില്ല. അതിനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നന്ദി, നമസ്കാരം.